ഡിഫി വയ്ക്കാൻ പോയി ഒരു ECM 16,000 രൂപ ECM മാറേണ്ട ഗതികേടാണ്. 18,000 രൂപ കസ്റ്റമറിനായി. ഏകദേശം 4,500-5,000 രൂപ വരെ ഡിഫി സെറ്റ് ചെയ്യാൻ പോയതാണ്. പക്ഷേ ചെയ്തത് ഇവിടെ അല്ല, കരുനാപ്പള്ളിയിലാണ്. അവിടെ ചെയ്തായിരുന്നു വയറുകൾ തമ്മിൽ മാറി ഷോർട്ടായി, ECM എററായി. അതുകൊണ്ടാണ് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ടാക്കോമീറ്റർ. നമ്മളെ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മളെ ECM അടിച്ചു പോയിട്ടുണ്ട്. അത് സംഭവം വേറൊന്നുമല്ല, എൻ്റെ കയ്യിലിരിക്കുന്നതാണ് വണ്ടിയുടെ ECM. കണ്ടില്ലേ, ഇത് നമ്മളെ i10 ഗ്രാൻഡിനകത്ത് ചെയ്തതാണ് വർക്ക്. അതായത് ഡിഫി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ കരുനാപ്പള്ളിയിലുള്ളതാണ്. നമ്മളെ കസ്റ്റമർ വന്നിട്ട് കരുനാപ്പള്ളിയാണ്. പുള്ളി ഇതിന് മുമ്പായിട്ട് എന്നെ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ബ്രോ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, വർക്ക് പറഞ്ഞു കൊടുത്തു. ഇതേപോലെ ഞങ്ങൾക്ക് ECMന്റെ സൈഡിൽ നിന്ന് ലൈൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം പുള്ളി അവിടെ ഉള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തു, വർക്ക്ഷോപ്പല്ല ഒരു ഷോപ്പിൽ കൊടുത്തിട്ട് ഇതേപോലെ വർക്കെല്ലാം ചെയ്തു. വർക്കെല്ലാം ചെയ്തതിനു ശേഷം മുതൽ ടാക്കോമീറ്റർ വർക്കായില്ല. ടാക്കോമീറ്റർ കൊടുത്തില്ല, ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ഇൻസ്റ്റാൾ ചെയ്തത്. ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്തുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ടാക്കോമീറ്റർ ഞാൻ ഏകദേശം തോനെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ടാക്കോമീറ്റർ ചെയ്യുന്ന വീഡിയോസിന്റെ ലിങ്കുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതായത് i10-ലും i20-ലും അതേപോലെ തന്നെ നമ്മളെ ഉണ്ടായി ഇയോണിലും അതേപോലെ സ്വിഫ്റ്റിലും ഒരുപാട് വണ്ടികൾ ചെയ്യുന്ന വീഡിയോസിന്റെ ലിങ്ക് കാര്യങ്ങളെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എന്താ അവർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ECMനകത്ത് ഉള്ള ലൈനുകളെല്ലാം ഷോർട്ടാക്കി കണക്ഷൻ കൊടുത്തപ്പോൾ. അതായത് പുള്ളിക്ക് അറിയില്ലായിരിക്കാം, ചിലപ്പം പുള്ളി നമ്മൾ വർക്കിൽ വരുന്ന മിസ്റ്റേക്കുകൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ പുള്ളി നോക്കാൻ ഞാനതാണ് എൻ്റെ ഇത് ചെയ്യാൻ തരുന്നത്. അതായത് ECM ചെയ്യുന്നതിന്റെ ലൈനിന്റെ വീഡിയോസ് ഒന്നും ആർക്കും വലുതായിട്ട് പറഞ്ഞിടാത്തതിന്റെ കാര്യം പോലും അതുകൊണ്ടാണ്. കാര്യം വേറെ ഒന്നുമില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ലൈൻ ആയിരിക്കില്ല ഓരോ വണ്ടിക്കും വരുന്നത്. ഓരോ സെഗ്മെന്റ് വണ്ടിക്കകത്ത് വരുന്ന ഡിഫറൻസ് കളറായിരിക്കും. ഇപ്പൊ ഞാനിപ്പോൾ വണ്ടിക്ക് ഗ്രീൻ കളർ ഓയറിലാണ് കൊടുത്തത്. നിങ്ങൾ ഗ്രീൻ കളർ ഓയറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ എടുത്തിരിക്കുന്ന i10 തന്നെ ഞാൻ കൊടുത്ത ബ്ലൂ കളർ ഓയറിലാണ്. അതേപോലെ നിങ്ങൾ ആ വണ്ടിക്ക് അത് വേറൊരു i10 അത് ബ്ലൂ കളർ ഓയർ നോക്കി കഴിഞ്ഞാൽ കിട്ടത്തില്ല. ചിലപ്പോൾ അതിനകത്ത് ഗ്രീൻ ആയിരിക്കും, യെല്ലോ ആയിരിക്കും. ഇങ്ങനെ ഓയർ മാറി കൊടുക്കാൻ നേരത്ത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ നേരത്ത് ഓയറുകൾ തമ്മിൽ ഷോർട്ട് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വണ്ടിക്കകത്ത് ഷോർട്ട് ആവണ ECMന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ടിയുടെ മെയിൻ ബ്രെയിനാണ്. ഈ ബ്രെയിനാണ് വണ്ടി എങ്ങനെ ബ്രേക്കിംഗ് സ്റ്റെബിലിറ്റിയും അതേപോലെ വണ്ടിയുടെ ആക്സിലേറ്റർ പൊസിഷനും വണ്ടിയുടെ പവറും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഈ ഒരു ECM ആണ്. ഈ ഒരു ECM പോയി കഴിഞ്ഞാൽ വണ്ടി പിന്നെ കോമാ സ്റ്റേജിലാവും. മനസ്സിലായില്ലേ? വണ്ടി മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 30 താഴെ മാത്രമായിരിക്കും വണ്ടിയുടെ സ്പീഡ് ലിമിറ്റ് വരിക. അതിനാൽ പുള്ളിക്കാരന്റെ വണ്ടി ഇതേപോലെ കംപ്ലൈന്റ് ആയിട്ട് പുള്ളി നേരെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി പുതിയ പുത്തൻ ECM ആണ് വണ്ടിക്ക് അത് മേടിച്ച് വെച്ചിട്ട് കരുനാപ്പള്ളിയിൽ നിന്ന് ഇത് സെറ്റ് ചെയ്യാനായിട്ട് മാത്രം പുള്ളി അവിടെ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ഓടി ഇവിടെ വന്നതാണ്. എന്റെ ഷോപ്പിലേക്ക്, ആറ്റിങ്ങൽ എന്റെ ഷോപ്പിലേക്ക് ഓടി വന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഡിഫി എടുത്തു. അപ്പം പുള്ളി പറഞ്ഞ് ഡിഫി അവിടെ പുള്ളി കൊടുത്തു, അത് അടിച്ചു പോയിട്ടുണ്ടോ എന്നതൊക്കെ നോക്കുമെന്ന് ചോദിച്ചു. ഞാൻ അത് ചെക്ക് ചെയ്തു. അപ്പം പുള്ളിക്ക് ഇവിടെ നിന്ന് മാർത്താണ്ട് പോലെ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും 2 മണിക്കൂർ ടൈം എടുക്കാൻ ഫിറ്റ് ചെയ്യാനായിട്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കയറി പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്താണ്. ഏകദേശം 1 ഹവറിനുള്ളിൽ ഞാൻ മാക്സിമം സെറ്റ് ചെയ്തെടുത്താണ്. അപ്പൊ നമ്മൾ ഡിഫി അവിടെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം, കണ്ടില്ലേ? അപ്പൊ ഞാൻ ഇതിനകത്ത് RPM കൊടുത്തിട്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം. ഒന്ന് ത്രോട്ടിൽ കൊടുത്തേ. അപ്പൊ നമ്മുടെ കമ്പനി വന്നിരിക്കുന്ന 6.5 ഇതിന് കട്ട് ഓഫ് വരുന്നത് സ്റ്റോക്കിൽ. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ രണ്ടാമത് വെച്ചിരിക്കുന്ന ഡിഫിക്കകത്തും 6.5 തന്നെ കട്ട് ഓഫ് ആവും. അത്രയാണ് ഇതിനകത്ത് കമ്പനി ചെയ്തിരിക്കുന്ന. ഏതൊരു ക്രിയേറ്റിലും നമ്മളെ കൊണ്ട് നിർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മളെ ഡിഫി. അല്ലാതെ നമ്മളെ വെളിയിൽ നിന്ന് മേടിക്കുന്നത്. അല്ലാതെ നമുക്ക് ടൈപ്പ് ആറിന്റെ അങ്ങനെയുള്ളതൊക്കെ ടാക്കോമീറ്റർ അവൈലബിൾ ആണ്. പക്ഷെ ആ ടാക്കോമീറ്റേഴ്സിലും നമുക്ക് ഒരു കാരണവശാലും ആ ഒരു സെറ്റപ്പിൽ നമുക്ക് മേക്ക് ചെയ്ത് നിർത്താൻ പറ്റില്ല. അതായത് എല്ലാ വണ്ടിയിലും, അതായത് ഡീസൽ വണ്ടിയിൽ പോലും വെക്കാൻ പറ്റുന്നതാണ് നമ്മളെ ടാക്കോമീറ്റർ ഡിഫി. പക്ഷേ ഡീസൽ വണ്ടി എല്ലാ വണ്ടിക്കും നമുക്ക് അവൈലബിൾ അല്ല. ചില വണ്ടികളിൽ മാത്രമായിരിക്കും നമുക്ക് ഡിഫിക്കകത്ത് എടുക്കാൻ പറ്റും. ഡീസൽ വണ്ടിക്കകത്ത് നെഗറ്റീവ് കറണ്ടും അതേപോലെ പെട്രോൾ വണ്ടി പോസിറ്റീവ് കറണ്ടുമാണ് നമ്മളെ ഡിഫിക്കകത്ത് സ്വീകരിക്കുന്നത്. അതായത് രണ്ട് മെത്തേഡായിട്ടുള്ള ലൈനാണ് നമ്മുടെ വണ്ടിക്കുള്ളിലേക്ക് ഡിഫിയുടെ RPM മീറ്റർ ലൈനിലേക്ക് വരുന്നത്. അപ്പം ECM കണ്ടല്ലോ, ECM അങ്ങനെ പോയിട്ടുണ്ട്. പുള്ളി പുതിയ ECM മേടിച്ച് വെച്ചിട്ടുണ്ട്. പുതിയ ECM മേടിച്ച് വെച്ചിട്ടുണ്ട് വരുന്ന വഴിയാണ്. അപ്പൊ ഞാൻ ECM ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ECMന്റെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അപ്പൊ എന്താ നമുക്ക് നമ്മളെ പരിപാടി കണ്ടല്ലോ അല്ലേ? ഒന്ന് റോഡിലായത് കണ്ടില്ലേ? അപ്പൊ നമ്മളെ ECM എല്ലാം കറക്റ്റ് ചെയ്തു. അതേപോലെ ടാക്കോമീറ്റർ എല്ലാം സെറ്റ് ചെയ്തു. ഇനി കസ്റ്റമർ ഓൾറെഡി ഹാപ്പി ആണോ എന്ന് മാത്രം ചോദിച്ചത്. കസ്റ്റമറെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുന്നത്. ഞാൻ അങ്ങനെ കസ്റ്റമർ അങ്ങനെ അധികം നിർത്തി വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കാരണവശാലും അറിയാമെങ്കിൽ 100% നിങ്ങൾ 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഡിഫി ആയാലും ഏതൊരു സാധനം ECM BCM-ലും തൊട്ട് കളിക്കാൻ പാടുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കിവിടെ എററായ പോലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കത് മാപ്പ് ചെയ്ത് റീമാപ്പ് ചെയ്തെടുത്ത് കളഞ്ഞ അല്ലെങ്കിൽ എറർ എടുത്ത് കളയാൻ മാത്രമേ
മാത്രമേ സാധിക്കത്തുള്ളൂ. അത് നമുക്ക് വെളിയിൽ അതേ ഷോപ്പിൽ മാത്രമേ കൊടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം സിസ്റ്റംസ് എന്നൊക്കെ മേടിച്ചൊക്കെ നല്ല കോസ്റ്റാണ്. ECM എറർ ചെക്കിങ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സിസ്റ്റം മേടിക്കാൻ നല്ല കോസ്റ്റാണ്. അപ്പം അതുകൊണ്ട് നമ്മളത് മേടിച്ച് വെച്ചിട്ടില്ല. നമുക്ക് വെളിയിൽ കൊടുത്ത് മാത്രമേ നമുക്ക് എററും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി, ഡിഫി സെറ്റ് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും മാത്രം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് കേട്ടോ ഒരു പുതിയ ECM മേടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളെ പഴയ ECM ഇരിക്കുന്ന പഴയ ECM കണ്ടല്ലോ. അപ്പോൾ എന്തായാലും കിട്ടാനുള്ള പണി പുള്ളിക്കാരന് കിട്ടി. ഏകദേശം 17,000 രൂപ അടുപ്പിച്ചായി. പുള്ളി ഇപ്പം മാപ്പൊക്കെ ചെയ്ത് 1 നമ്പർ പ്രോഗ്രാമൊക്കെ ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ECM ആണല്ലേ. അപ്പോൾ അവർ കണ്ട ഇവിടെ ലൈൻ എടുത്തിട്ട് ഈ ലൈനെ മൊത്തം കട്ട് ചെയ്ത് തമ്മി ഷോർട്ടാക്കിയിട്ടാണ് ECM ഷോർട്ടായി അടിച്ചു പോയത്. അപ്പോൾ ഈ ECM പോയി കഴിഞ്ഞാൽ വണ്ടിയെ ഞാൻ പറഞ്ഞില്ല, വണ്ടിയുടെ ബ്രെയിനാണ് നമ്മളെ ECM എന്ന് പറയുന്നത്. ECM പോയി കഴിഞ്ഞാൽ വണ്ടി നേരെ എന്താ പറയുക, വണ്ടി നേരെ കോമാ സ്റ്റേജിലോട്ട് പോകും. അതായത് നമ്മൾ നോർമലി പറയുന്ന കണക്ക് തന്നെ നമ്മളെ തലച്ചോറിന് പ്രവർത്തനം ഏകദേശം നിൽക്കാറാകുന്നിട്ട് നമ്മൾ കോമാ സ്റ്റേജിലോട്ട് ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു 30 എബോ അകത്ത്, അതായത് 20 അകത്തൊക്കെ എങ്ങനെയും ഫസ്റ്റ് സെക്കൻഡ് ഗിയർ ആകട്ടെ എങ്ങനെയും അടുത്തുള്ള സർവീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റി. അവിടെ പോയി ഇതെല്ലാം മാറുകയാണ് ചെയ്തത്. അപ്പം അതാ കണ്ടല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഉണ്ടല്ലോ, ഡിഫി സെറ്റ് ചെയ്യുന്ന വീഡിയോസ് ആണ്. ഡിഫി സെറ്റ് ചെയ്യുന്ന വീഡിയോസിന്റെ ലിങ്ക് കാര്യം ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കണം. അപ്പോൾ ECM എന്തായാലും പോയിട്ടുണ്ട്. പുള്ളിക്ക് ഏകദേശം 17,000 രൂപ അടുപ്പിച്ച് ഡിഫിക്ക് റേറ്റായി. ഡിഫി അല്ല, നമ്മളെ ഈ ഒരു ECMന് മാത്രം റേറ്റായി. അപ്പം എത്ര എക്സ്പെൻസ്, ഒരു 4,500-5,000 രൂപ വരെ പ്രോഡക്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 18,000 രൂപയോളം അവർക്ക് എക്സ്പെൻസ് വന്നു. അപ്പോൾ 4 ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളും നമ്മൾ വെളിപ്പെടുത്താൻ താല്പര്യമില്ല. കാര്യം അത് ചെയ്തപ്പോൾ അവർക്കുണ്ടായൊരു അവസ്ഥ അവർ പറഞ്ഞു. കാര്യം വെളിയിൽ കൊടുത്ത് ചെയ്ത് പറ്റിയൊരു പണിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ വീഡിയോസ് ഉണ്ട് എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോസുകൾ നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതേപോലെ നമ്മളെ ഡിഫി ഇൻസ്റ്റാൾ ചെയ്ത ഫുൾ വീഡിയോസിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.